ഒരേ ഒരു രാജ്യം, ഒരൊറ്റ രാജ്യം, ഒരു ജനത, ഒരു നിയമം. അതാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യേക ആശയം. എന്നാൽ ആ ആശയത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല ഈ മുസ്ലിം സംഘടനകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ബഹുഭാരിത്യം രീതി പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, മാത്രമല്ല ഇത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ ഒരു ഹർജി വന്നിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ആരാഞ്ഞിട്ടുണ്ട്. പ്രമുഖ വനിതാ അവകാശ പ്രവർത്തക സക്കിയ സോമൻ നൽകിയ ഹർജിയിലാണ് ഈ ബഹുഭാരിത്വത്തിനെതിരെയുള്ള നിയമങ്ങൾ മതഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെ ബാധകമാക്കണമെന്നുള്ള നിർണായക ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഭരണഘടനാ സമത്വവും ലിംഗനീതിയും മുൻനിർത്തി രാജ്യത്തെ മുസ്ലിം വ്യക്തി നിയമത്തിലെ ബഹുഭാര്യത്വ വ്യവസ്ഥകൾ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഭാരതീയ മുസ്ലിം മഹിളാ ആന്തോളൻ സ്ഥാപക സക്കിയ സോമൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചത്. മറ്റു മതവിഭാഗങ്ങൾക്ക് ദ്വിഭാര്യത്വം ശിക്ഷാർഹമായ കുറ്റകൃത്യമായിരിക്കെ 1937 മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇളവ് നൽകുന്നത് ഭരണഘടനയുടെ 14, 15, 21 വകുപ്പുകളുടെ ലംഘനമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 82-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷാ നടപടികൾ മുസ്ലിം വിഭാഗത്തിന് ഒരുപോലെ ബാധകമാക്കണമെന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. വിവാഹങ്ങളും വിവാഹമോചനങ്ങളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യാത്തതാണ് രഹസ്യ രണ്ടാം വിവാഹങ്ങൾക്ക് കാരണമാകുന്നത്. ഹർജിക്കാർ സമർപ്പിച്ച 7 സംസ്ഥാനങ്ങളിലെ സർവേ പ്രകാരം 88% പുരുഷന്മാരും ആദ്യ ഭാര്യയുടെ സമ്മതം ചോദിക്കാതെയോ 79% പേർ വിവരം അറിയിക്കാതെയോ ആണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. ഇത് വഞ്ചനയ്ക്കും സ്ത്രീകളുടെ കടുത്ത സാമ്പത്തിക തകർച്ചയ്ക്കും വഴി തുറക്കുന്നു. രണ്ടാം വിവാഹ നീക്കമുണ്ടായാൽ ആദ്യ ഭാര്യയ്ക്കും മക്കൾക്കും വീടും തടസ്സമില്ലാത്ത ജീവനാംശവും ഉറപ്പാക്കണമെന്നും ഹർജി ആവശ്യപ്പെടുന്നു. നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും ഖുർആൻ തത്വങ്ങൾ മുൻനിർത്തി ബഹുഭാര്യത്വം നിരോധിച്ചിട്ടുണ്ടെന്നും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ഉത്തരാഖണ്ഡ് മാതൃക രാജ്യത്താകെ വ്യാപിപ്പിക്കണമെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നതോടെ രാജ്യത്ത് വീണ്ടും സിവിൽ നിയമ പരിഷ്കരണ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ജനം, ഡൽഹി.